നമുക്ക് പ്രാർത്ഥിക്കാം. സർവ്വത്തിനും കാരണഭൂതനായിരിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, ഈ വിശുദ്ധ ദിവസത്തിൻ്റെ രാത്രിക്കായി സ്തോത്രം 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 ചെയ്യുന്നു. വിവിധ സാഹചര്യങ്ങളിലിരുന്ന് പ്രാർത്ഥന ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ദൈവങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം നടത്തിയ എല്ലാ നടത്തിപ്പുകൾക്കായി സ്തോത്രം ചെയ്യുന്നു. കൃപയുടെ കരങ്ങളിൽ എല്ലാ പ്രിയപ്പെട്ടവരെയും വഹിച്ചുകൊള്ളണം. ഈ കൃപായുഗത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഈ ലോക്ക്ഡൗൺ പീരീഡിൽ അടിയങ്ങൾക്ക് ലഭിച്ച അവസരങ്ങളെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവവചനത്തിന് ബന്ധനമില്ല. ആ ദൈവവചനങ്ങൾ വായിക്കുവാനും പ്രാർത്ഥിക്കുവാനും പ്രിയപ്പെട്ടവർക്ക് ലഭിച്ചിരിക്കുന്ന ഈ സമയങ്ങളിൽ അധികം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഒരുക്കുന്ന മോദനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഭവനങ്ങളിലിരുന്ന് ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മേൽ അവിടുത്തെ അഭിഷേകത്തിൻ്റെ കരം തഴകി ബലപ്പെടുത്തണം. ആത്മനിറവോടെ കർത്താവിനെ മഹത്വപ്പെടുത്താൻ ഒരുക്കണം. ആരാധനയിലുടനീളം പരിശുദ്ധാത്മാവിൻ്റെ കൃപ പകർന്നുകൊണ്ട് തന്നെ ഇരിക്കണം. ആരാധനയിലൂടെ മാനവും മഹത്വം എടുക്കണം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൻ്റെ അതിപരിശം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ രാത്രിയും എൻ്റെ കർത്താവിനെ ഒരുമിച്ച് മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നൽകിയ നല്ല സാഹചര്യത്തെ ഓർത്ത് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താമല്ലോ. സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പറയുന്നു: സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവിൻ, സന്തോഷത്തോടെ യഹോവയെ സേവിപ്പിൻ, സംഗീതത്തോടെ അവൻ്റെ സന്നിധിയിൽ വരുവിൻ. ഈ രാത്രികാലവും നമുക്ക് ഒരുമിച്ച് ആ നല്ലവനായ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നൽകിയ നല്ല സാഹചര്യത്തെ ഓർത്ത് ആ കർത്താവിനെ മഹത്വപ്പെടുത്താമല്ലോ. ഈ രാത്രി ഒരുമിച്ച് എല്ലാവരും നിങ്ങളുടെ ഇരുകരങ്ങളും ഉയർത്തി ആ കർത്താവിനെ മഹത്വപ്പെടുത്തിയട്ടെ. അവൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളത്, അവൻ വല്ലഭനല്ലോ, സ്തുതിയെന്നുമുള്ളത്, അവൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളത്, അവൻ വല്ലഭനല്ലോ, സ്തുതിയെന്നുമുള്ളത്. ഈ രാത്രികാലം ഒരുമിച്ച് ആ നല്ലവനായ കർത്താവിനെ ചേർന്ന് പാടി മഹത്വപ്പെടുത്താമല്ലോ. ഹല്ലേലൂയ, ആമേൻ. എല്ലാ കരങ്ങളും തട്ടി ആമേൻ. സ്തോത്രം. കർത്താവിനെ മഹത്വപ്പെടുത്തട്ടെ. സന്തോഷത്തോടെ വന്നു കൂടുവിൻ, സംഗീതത്തോടെ സ്തുതി പാടുവിൻ. സന്തോഷത്തോടെ വന്നു കൂടുവിൻ, സംഗീതത്തോടെ സ്തുതി പാടുവിൻ. അവൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളത്, അവൻ വല്ലഭനല്ലോ, സ്തുതിയെന്നുമുള്ളത്, അവൻ വല്ലഭനല്ലോ, ദയയെന്നുമുള്ളത്, അവൻ വല്ലഭനല്ലോ, സ്തുതിയെന്നുമുള്ളത്. അവൻ നമ്മെ വേണമല്ലോ, അവൻ നമ്മെ വേണമല്ലോ. അവൻ നമുക്കുള്ളവൻ, നാം അവനുള്ളവർ, അവനെ സ്തുതിച്ചിടും. അവൻ നമുക്കുള്ളവൻ, നാം അവനുള്ളവർ, അവനെ സ്തുതിച്ചിടും. അവൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളത്, അവൻ വല്ലഭനല്ലോ, സ്തുതിയെന്നുമുള്ളത്, അവൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളത്,
രാത്രികാലവും ആ കർത്താവ് നല്ല ഇടയനാണ്, നമ്മോട് കൂടെയുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നമുക്ക് ആവശ്യമുള്ളത് സകലതും തരുവാൻ കഴിവുള്ളവനായ ആ കർത്താവ് നമ്മുടെ മധ്യയുണ്ട്. എത്ര പേർ ഈ രാത്രികാലം വിശ്വസിക്കുന്നു? സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പറയുന്നു, യഹോവ നല്ല ഇടയൻ, അവൻ നല്ല ഇടയൻ, നല്ല ഇടയൻ തൻ്റെ ആടുകളെ പരിപാലിക്കും. അങ്ങനെയാണെങ്കിൽ ഈ രാത്രികാലം വിശ്വസ്തനായ ദൈവം ഒരിക്കലും നമ്മെ മാറി പോകാത്ത, ഒരിക്കലും നമ്മെ കൈവിടാത്ത നമ്മുടെ ദൈവം ഈ രാത്രികാലം നമ്മുടെ മധ്യയുണ്ട്. അത് വിശ്വസിച്ച് ചേർത്ത് പാടിയതേ. യഹോവ തന്നെ വിശ്വസ്തനായിരുന്നു, അവൻ നമ്മെ വിടുവിച്ചല്ലോ. യഹോവ തന്നെ വിശ്വസ്തനായിരുന്നു, അവൻ നമ്മെ വിടുവിച്ചല്ലോ. അവൻ നല്ല ഇടയൻ, തന്റെ ആടുകൾ നാം അവനെ സ്തുതിച്ചിടും. അവൻ നല്ല ഇടയൻ, തന്റെ ആടുകൾ നാം അവനെ സ്തുതിച്ചിടും. അവൻ നല്ലവനായുള്ളത്, അവൻ നല്ലവനല്ലോ, സ്തുതിയെന്നുള്ളത്. അവൻ നല്ലവനല്ലോ, ദയയെന്നുള്ളത്. അവൻ നല്ലവനല്ലോ, സ്തുതിയെന്നുള്ളത്. ഭൂവാസികളേ, യഹോവയെ കാത്തിടുവിൻ. ഭൂവാസികളേ, യഹോവയെ കാത്തിടുവിൻ. സന്തോഷത്തോടെ വന്നു കൂടുവിൻ, സംഗീതത്തോടെ സ്തുതി പാടുവിൻ. സന്തോഷത്തോടെ വന്നു കൂടുവിൻ, സംഗീതത്തോടെ സ്തുതി പാടുവിൻ. അവൻ നല്ലവനല്ലോ, ദയയെന്നുള്ളത്. അവൻ നല്ലവനല്ലോ, സ്തുതിയെന്നുള്ളത്. അവൻ നല്ലവനല്ലോ, ദയയെന്നുള്ളത്. അവൻ നല്ലവനല്ലോ, സ്തുതിയെന്നുള്ളത്. യഹോവ തന്നെ ദൈവമെന്നറിവിൻ, അവൻ നമ്മെ വരഞ്ഞുവല്ലോ. യഹോവ തന്നെ ദൈവമെന്നറിവിൻ, അവൻ നമ്മെ വരഞ്ഞുവല്ലോ. അവൻ നമുക്കുള്ളവൻ, നാം അവനുള്ളവർ, അവനെ സ്തുതിച്ചിടും. അവൻ നമുക്കുള്ളവൻ, നാം അവനുള്ളവർ, അവനെ സ്തുതിച്ചിടും. അവൻ നല്ലവനല്ലോ, ദയയെന്നുള്ളത്. അവൻ നല്ലവനല്ലോ, സ്തുതിയെന്നുള്ളത്. 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 എത്ര പേർക്ക് രാത്രികാലം പറയും, അവൻ നല്ലവനാണ്, അവന്റെ ദയ എന്നേക്കുമുള്ളത്. അവൻ വല്ലഭനാണ്, അവന്റെ സ്തുതി എന്നേക്കുമുള്ളത്. ഇപ്രകാരം പറയുവാൻ കഴിയുന്നവർ ഒരുമിച്ച് ഹാലേലൂയ ആ കർത്താവിനെ നിങ്ങൾ ഇരിക്കുന്ന സ്ഥാനത്ത് നിന്ന് ആലോചിച്ച് എഴുന്നേറ്റ് നിന്ന് ആ കരങ്ങളെ തട്ടി പാടി മാത്രമല്ലോ. ആ കർത്താവ് നല്ലവൻ, അവൻ നല്ലവനല്ലോ, സ്തുതിയെന്നുള്ളത്. അവൻ നല്ലവനല്ലോ, ദയയെന്നുള്ളത്. 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 അവൻ നല്ലവനല്ലോ, സ്തുതിയെന്നുള്ളത്.
ഈ രാത്രിയിൽ നമ്മെ മെനഞ്ഞ, നമ്മെ വിടിവിച്ച കർത്താവിനെ നമുക്ക് ആരാധിക്കുവാനായിട്ട് ലഭിച്ചിരിക്കുന്ന ഈ ഭാഗ്യം എത്രയോ വലുതാണ്. ഇന്ന് രാത്രിയിലും നമുക്ക് ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരിക്കൽ കൂടെ തീരുമാനമെടുക്കാമോ? ഈ ജീവനുള്ള ദൈവത്തെ ഈ ആയുസ് മുഴുവനും ഞാൻ അങ്ങേ സേവിക്കും അപ്പാന്ന്. നാം ആ കർത്താവിൻ്റെ സന്നിധിയിൽ തീരുമാനത്തിൽ ഉറച്ചു നിന്നാൽ നമുക്ക് വേണ്ടി ഏറ്റവും ഉത്തമമായ സമ്പത്തൊരുക്കി കാത്തു വച്ചിരിക്കുന്ന ആ കർത്താവിൻ്റെ അടുക്കിലേക്ക് പോകുവാൻ ഇന്ന് രാത്രിയിലും ആ കർത്താവ് നമുക്ക് വേണ്ടി ചിലതൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ദൈവമക്കളെ, ഈ ഒരു നിമിഷവും നാം അവിടുത്തെ സന്നിധിയിലേക്ക് തികഞ്ഞ സന്തോഷത്തോടെ, തികഞ്ഞ സമർപ്പണത്തോടെ ആ കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് ഒന്ന് അണഞ്ഞാട്ടെ. ഈ
പ്രത്യാശയുടെ പാടാം. ദൈവത്തിന് സ്തോത്രം. ഈ സന്ധ്യാസമയം നമ്മുടെ ഓരോരുത്തരുടെയും ഭവനങ്ങളിലായിരുന്നുകൊണ്ട് ദൈവത്തെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും കർത്താവ് ഒരുക്കിയ വിലയേറിയ അവസരത്തിനായി നന്ദിയോട് സ്തോത്രം ഞാൻ സ്തുതിക്കുന്നു. നമ്മുടെ ആരാധനാലയങ്ങളൊക്കെ അടഞ്ഞിരിക്കുന്ന ഈ സമയത്ത് ദൈവത്തെ ആരാധിപ്പാനും മഹത്വപ്പെടുത്തുവാനും നമ്മുടെ ഭവനങ്ങളിലായിരുന്നുകൊണ്ട് ദൈവത്തെ സ്തുതിപ്പാനും കർത്താവ് അവസരം ഒരുക്കിയിരിക്കുന്നു. അതിനെ നന്ദിയോട് സ്തോത്രം ഞാൻ സ്തുതിക്കുന്നു. തിരുവനന്തപുരത്തിലൊരു വചനമുണ്ട്, യഹോവ ദൈവമായിരിക്കുന്ന ജാതിയും അവൻ തനിക്ക് അവകാശമായി തിരഞ്ഞെടുത്ത ജനവും ഭാഗ്യമുള്ളതെന്ന്. ലോകം മുഴുവനും വളരെ ആശങ്കയോടും ഭയത്തോടും ഒക്കെ ആയിരിക്കുന്ന ഈ സമയത്ത് COVID-19 എന്ന രോഗത്താൽ നമ്മുടെ ലോകം മുഴുവനും വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സമസൃഷ്ടങ്ങളൊക്കെയും പലരും വിദേശങ്ങളിലും മറ്റ് സ്ഥാപനങ്ങളിലൊക്കെയും ആയിരിക്കുമ്പോഴും പലവിധമായ വിഷമഘട്ടങ്ങൾ അനുഭവിക്കുമ്പോൾ ഈ സമയത്ത് നമ്മൾക്ക് ആശ്രയിപ്പാനും ദൈവസന്നിധിയിൽ ചാരുവാനും കർത്താവ് ഒരുക്കിയ വിലയേറിയ അവസരത്തിന് നന്ദിയോട് സ്തോത്രം ഞാൻ സ്തുതിക്കുന്നു. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഭാഗ്യ പദവിയാണ്. അതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. ബഥേൽ കൂട്ടായ്മയുള്ള ഓരോ ദൈവമക്കളെയും ഇന്നുവരെയും പരിപാലിച്ചു. ഈ ലോക്ക്ഡൗൺ കാലയളവിലൊക്കെയും നമ്മളെല്ലാവരെയും കർത്താവ് പരിപാലിച്ചു. ആർക്കും യാതൊരുമായ പ്രയാസങ്ങളോ പ്രതിസന്ധി ഘട്ടങ്ങളോ ഒന്നുമില്ലാതെ കർത്താവ് പരിപാലിച്ച വലിയ ദൈവയ്ക്കാൻ നന്ദിയോട് സ്തോത്രം ചെയ്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിപ്പാനും അല്പസമയം പ്രാർത്ഥിപ്പാനും ആഗ്രഹിക്കുന്നതിന് വേണ്ടി അവരവരായിരിക്കുന്ന സ്ഥാനങ്ങളിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാൻ അപേക്ഷിച്ചുകൊള്ളുന്നു. ദൈവമേ സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ സ്തുതിക്കുന്നു. ദൈവമേ കർത്താവെ, നടികൾക്ക് കർത്താവെ സന്ധ്യാസമയം ബഥേൽ കൂട്ടുമ്പോൾ ഒരുമിച്ച് പല ഭവനങ്ങളിലായിരുന്നു. അവരവരുടെ ഭവനങ്ങളിലായിരുന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കോണം ഈ വിലയേറിയ അവസരം നൽകിയിരിക്കുക നന്ദിയോട് സ്തോത്രം ഞാൻ സ്തുതിക്കുന്നു. യഹോവ ദൈവമായിരിക്കുന്ന ജാതിയും അവൻ തനിക്ക് അവകാശമായി തിരഞ്ഞെടുത്ത ജനവും ഭാഗ്യമുള്ളത്. കർത്താവെ യേശുവേ, ഞങ്ങൾക്കും ഈ ഭാഗ്യപദവി നൽകിയാൽ നന്ദിയോട് സ്തോത്രം ഞാൻ സ്തുതിക്കുന്നത്. കർത്താവെ ദൈവമേ, ലോകം മുഴുവൻ ആശങ്കയിലായിരിക്കുന്ന ഈ സമയത്ത് ദൈവമേ കർത്താവെ, ഞങ്ങൾക്ക് അങ്ങയുടെ മുഖത്ത് നോക്കുവാനും ആശ്വാസങ്ങൾ പ്രാപിപ്പാനും ദൈവമേ കർത്താവെ ഈ സന്ധ്യാസമയം അങ്ങ് ഒരുക്കിയ വലിയ ദയയ്ക്ക് നന്ദിയോട് സ്തോത്രം ഞാൻ സ്തുതിക്കുന്നു. കർത്താവെ ദൈവമേ, ജനം വളരെ കഷ്ടതയോടും പ്രയാസങ്ങളോടും ആയിരിക്കുമ്പോൾ കർത്താവെ, ഞങ്ങൾ അവരെക്കാൾ യോഗ്യതയുള്ളവരല്ല എങ്കിലും കർത്താവെ, ഞങ്ങൾ അങ്ങ് സ്നേഹിക്കുന്ന കൃപയ്ക്ക് നന്ദിയോട് സ്തോത്രം ഞാൻ സ്തുതിക്കുന്നു. അങ്ങയുടെ സന്നിധിയിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തെക്കാൾ ഉത്തമമാണല്ലോ കർത്താവെ. ദൈവമേ, ഞങ്ങൾക്കും ദൈവത്തെ ആരാധിപ്പാനും മഹത്വപ്പെടുത്തുവാനും കർത്താവ് ഒരുക്കി ഞങ്ങളുടെ ഭവനങ്ങളിലായിരുന്നുകൊണ്ട് ദൈവത്തെ സ്തുതിപ്പാൻ സഹായിച്ചതിന് നന്ദിയോട് സ്തോത്രം ഞാൻ സ്തുതിക്കുന്നു. ദൈവം ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത എല്ലാ നന്മയ്ക്ക് ഉപകാരത്തിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ സ്തുതിക്കുന്നു. കർത്താവെ, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലതെന്ന് തിരുവനന്തപുരത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ കർത്താവെ. വലിയവനായ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അങ്ങയുടെ സന്നിധിയിലേക്ക് അണഞ്ഞു വരുവാൻ്റെക്കാണ് ഞങ്ങളെ ഈ സന്ധ്യാസമയം ഒരുക്കിയതിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ കൂട്ടായ്മയുള്ള എല്ലാ ജീവിതങ്ങളെയും ദൈവങ്ങൾ സമർപ്പിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും ദൈവമേ ദൈവങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവെ, 2-3 പേർ അങ്ങയുടെ നാമത്തിൽ എവിടെ കൂടിയാലും ആരുടെ മധ്യേ കടന്നു വരാമെന്ന് അറിയത് കർത്താവ്. ദൈവകർത്താവ്, ഓരോ കുടുംബങ്ങളിലും വന്നിരിക്കുന്ന കൃപകൾക്ക് നന്ദിയോട് സ്തോത്രം. 2 പേർ ഐകമത്യപ്പെട്ട് യാചിക്കുന്ന ഏത് കാര്യത്തിനും ഉത്തരമല്ല എന്ന് അറിയത് കർത്താവെ. ഒരു മനസ്സോട് ദൈവസന്നിധിയിലായിരിക്കാൻ തക്കണം ഞങ്ങൾ ഓരോരുത്തരെയും ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇന്നത്തെ ആരാധന അങ്ങയ്ക്ക് പ്രസാദകരം തന്നെ ആയിരിക്കാൻ സഹായിക്കണമേ. ദൈവമേ കർത്താവെ, ഞങ്ങൾക്ക് അങ്ങയുടെ സന്നിധിയിൽ കടന്നു വരുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ക്ഷമിക്കണമേ കർത്താവെ. ഞങ്ങളുടെ വാക്കുചാരം പ്രവൃത്തിയോ ചിന്തകളിൽ വന്നുപോയ കുറവുകളൊക്കെ ക്ഷമിക്കണമേ. വിശുദ്ധനായ ദൈവത്തെ ആരാധിപ്പാൻ തക്കോണം ദൈവമേ സന്ധ്യാസമയം അങ്ങ് ഒരുക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവമേ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളുടെ കൂട്ടായ്മയുള്ള എല്ലാ ജീവിതങ്ങളെയും വിവരങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവെ, അങ്ങയുടെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന ഓരോ മക്കളെയും ദൈവമേ അങ്ങ് അനുഗ്രഹിക്കുന്ന കൃപകൾക്കാൻ നന്ദിയോട് സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയുള്ള എല്ലാ പൈതങ്ങളെയും വിവരങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവെ, പൈതങ്ങൾ ഓരോരുത്തരെയും അവിടെ നിന്ന് കാത്ത് പരിപാലിക്കുമാറാണമേ.
ഈ നാളിൽ കർത്താവെ ഈശോപ്പ പൈതങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ദൈവമേ ശരീരത്തിന് വേണ്ടുന്ന ആരോഗ്യത്തെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. യാതൊരുമായ രോഗങ്ങളോ പ്രയാസങ്ങളോ ഒന്നും പൈതങ്ങൾക്ക് ഉണ്ടാകുവാൻ അനുവദിക്കരുത്. പ്രത്യേകിച്ച് പരീക്ഷ എഴുതുന്ന ദൈവമേ ഞങ്ങളുടെ കുഞ്ഞു പൈതങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ കർത്താവർക്കും പ്രാഗൽഭ്യത്തോട് പരീക്ഷ എഴുതുവാനും നല്ല വിജയങ്ങൾ നേടുവാൻ തൊക്കെ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ദൈവമേ കർത്താവ് ഞങ്ങളുടെ വിദ്യാഭ്യാസം ചെയ്യുന്ന എല്ലാ പൈതങ്ങളെയും തിരുകരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവെ. ദൈവമേ വിശേഷ ബുദ്ധിയും ജ്ഞാനവും കൊണ്ട് ഓരോ പൈതങ്ങളെയും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ കർത്താവർക്ക് ദൈവമേ ഈ വർഷത്തെ വിദ്യാഭ്യാസം പലതുമായ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയാണ് പൈതങ്ങൾ കടന്നു പോകുന്നതെങ്കിലും കർത്താവെ ഞങ്ങളുടെ പൈതങ്ങൾക്കാർക്കും ദൈവമേ അതൊരു തടസ്സമായി പോകാൻ അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ അഡ്മിഷന് വേണ്ടി കാത്തിരിക്കുന്ന ഞങ്ങളുടെ പൈതങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഓരോരുത്തർക്കും അനുയോജ്യമായുള്ള സ്ഥാനങ്ങൾ ദൈവമേ അങ്ങ് നല്ലൊരു അഡ്മിഷന് നൽകി ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ ഞങ്ങളുടെ യൗവനക്കാർക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവമേ നാളുകൾ കർത്താവെ സൃഷ്ടാവിനെ ഓർത്തുകൊണ്ട് ദൈവത്തെ നോക്കി ജീവിക്കാനുള്ള കൃപ അധികമായി ദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. യേശുപ്പ ഞങ്ങൾ ഭവനങ്ങളിലായിരിക്കുമ്പോൾ കർത്താവെ ദൈവമേ കർത്താവ് ഞങ്ങളുടെ പൈതങ്ങളധികം ദൈവവചനങ്ങൾ വായിക്കുവാനും പ്രാർത്ഥിക്കുവാനും ദൈവത്തോടധികം പറ്റിയിരിക്കാനുള്ള കൃപകൾ ഈ നാളുകൾ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. മനുഷ്യമോഹത്തെ നോക്കുവാനല്ല കർത്താവെ, ദൈവത്തിൽ നോക്കി ദൈവമേ കർത്താവെ അങ്ങ് സംസാരിക്കുന്നത് കേൾപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ യൗവനക്കാർക്ക് അങ്ങ് ഒതുക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ ഞങ്ങളുടെ വാർത്തയും മാതാപിതാക്കൾക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ശോഭാബലഹീന ആയിരിക്കുന്ന ഈ സമയത്ത് കർത്താവെ യേശുവെ അവരെ ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ. ആർക്ക് യാതൊരുമായ രോഗങ്ങളോ പ്രയാസങ്ങളോ ഒന്നും ഉണ്ടാകാതെ കർത്താവ് കാത്തുകൊള്ളുമാറാണമേ. യേശുപാദമേ ഹോവയെ കാത്തിരിക്കുന്ന ഒരു ശക്തിയെ പുതുക്കുക. ഒരു കഴുകന്മാരെ പോലെ ചിറകടിച്ചു വരുമെന്ന് തിരുവനന്തപുരത്തിൽ എഴുതിയിരിക്കുന്നു അല്ല കർത്താവെ. ദൈവമേ കർത്താവെ ജീവിതത്തിൻ്റെ ഈ സായന വേളയിൽ വാർദ്ധക്യത്തിലും കർത്താവെ ദൈവത്തെ കാത്തിരിപ്പാൻ, ദൈവത്തിലുള്ള അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ, ദൈവമേ ക്ഷീണിച്ചു പോകാതിരിപ്പാൻ ഇതൊക്കെ വേണം കർത്താവ് അവരെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന ദൈവമേ ഞങ്ങളുടെ കൂട്ടായ്മ ബന്ധപ്പെട്ട് വിദേശ രാജ്യങ്ങളിലായിരിക്കുന്നവരെ ദൈവങ്ങളെ സമർപ്പിക്കുന്നു കർത്താവെ. ദൈവമേ ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ അവിടുന്ന് കാക്കുന്ന പരിപാലിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. ദൈവമേ അനുഗ്രഹിക്കണമേ കർത്താവെ. യേശുവേ ദൈവമേ ഈ അവസ്ഥകളൊക്കെ മാറുമ്പോൾ അവരും ദൈവമേ സ്വന്തം ഭവനങ്ങളിൽ കടന്നു വന്ന് കുടുംബാംഗങ്ങളുമായി ഒത്തൊരുമിച്ച് സന്തോഷിപ്പാനുള്ള കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ സ്തോത്രം ഞാൻ സ്തുതിക്കുന്നു. ആതുര ശുശ്രൂഷ രംഗത്ത് പ്രവർത്തിക്കുന്ന ദൈവമേ കർത്താവെ ഞങ്ങളുടെ മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ ഓരോരുത്തരും ദൈവമേ കർത്താവ് വളരെയധികം ഭാരത്തോടും പ്രയാസങ്ങളോടും അവരുടെ വേലകൾ ചെയ്യുമ്പോൾ കർത്താവ് യേശുപ്പ അങ്ങ് തന്നെ ശക്തി നൽകുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരും ക്ഷീണിച്ചു പോകാൻ അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. യേശുവെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവെ. ദൈവമേ കർത്താവെ അപ്പോൾ ഞങ്ങളുടെ കൂട്ടായ്മയുള്ള എല്ലാവരെയും ദൈവമേ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവെ. അവർ പോകുന്ന യാത്രകളിൽ അവരായിരിക്കുന്ന സ്ഥാപനങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ കൃപ കൂടെ ഇരിക്കണം. യേശുപ്പൻ്റെ രക്തം കൊണ്ട് അവരെ മുദ്രയിട്ട് കൊള്ളുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവർക്ക് ചുറ്റും അവിടെ നിന്ന് തീമതിലായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ സ്തോത്രം. അബ്രഹാമിൻ്റെ ദൈവം, ഇസാക്കിൻ്റെ ദൈവം, യാക്കോബിൻ്റെ ദൈവം ഞങ്ങളുടെ ദൈവമാകുന്നുവല്ലോ കർത്താവെ. അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവമാകുന്നുവല്ലോ കർത്താവെ. നന്ദിയോട് സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു കർത്താവെ. ദൈവമേ പല പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നുവെങ്കിലും കർത്താവെ ഞങ്ങളുടെ മക്കൾക്ക് കൊടുത്ത വിടുതലിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. സ്തുതിക്കുന്നു കർത്താവെ. പ്രത്യേകിച്ച് ഈ ദൈവമേ കർത്താവെ ഈ കോവിഡ് രോഗത്താൽ ദൈവമേ കർത്താവെ ആരും ദൈവമേ ഞങ്ങളുമായി ബന്ധപ്പെട്ടവരോ പ്രിയപ്പെട്ടവരോ ഒന്നും ആയിപ്പോകാൻ അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പരിശുദ്ധാത്മ ശക്തിയാൽ ഓരോരുത്തരും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. യേശുവേ സ്തോത്രം. ദൈവമേ കർത്താവെ സിംഹത്തിൻ്റെ വായ അടച്ച ദൈവം, ദൈവമേ കർത്താവെ തീയുടെ ബലത്തെ കെടുത്തിയ ദൈവം യേശുപ്പ, ദൈവമേ കർത്താവെ ഈ വൈറസിൻ്റെ എല്ലാ പ്രതികൂലങ്ങളെയും തകർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. നിർവീര്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. യേശുവേ ഞങ്ങളുടെ ബദൽ കൂട്ടായ്മയിലുള്ള ഓരോ മക്കളെയും മുദ്രയിട്ട് കാത്തുകൊള്ളുമാറാണ്. ഓരോ ഭവനങ്ങൾക്ക് ചുറ്റും അവിടെ തീമതിലായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ യേശുവേ മഹാവ്യാധിയൊന്നും ദൈവമേ ആർക്കും വരുവാൻ അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. യേശുവേ അവിടുന്ന് തന്നെ മുദ്രയിട്ട് കാത്തുകൊള്ളണം ഈ നാളുകൾ കർത്താവെ. ദൈവമേ കർത്താവെ ഓരോരുത്തരും ഭവനങ്ങളിലായിരിക്കുമ്പോൾ കർത്താവ് അധികം സമയം പ്രാർത്ഥിപ്പാൻ ദൈവമേ തിരുവചന സത്യങ്ങൾ വായിക്കാനുള്ള കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സമയം തക്കത്തിൽ ഉപയോഗിക്കാൻ യേശപ്പൻ കൃപയല്ലണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ലോകത്തെ നോക്കി ഓടുവാനല്ല കർത്താവ് യേശുവേ. അപ്പോൾ അവിടുത്തെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഈ സമയത്ത് ദൈവമേ കർത്താവ് ഈ സംഭവങ്ങളൊക്കെയും അവിടുത്തെ വരവിനെ വിളിച്ചറിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് യേശപ്പ, ദൈവമേ കർത്താവെ ഓരോ ദിവസവും അവിടുത്തെ വരവിനായി ഒരുങ്ങി കാത്തിരിപ്പാൻ തക്കവണ്ണം അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. യേശുവേ സ്തോത്രം. ഞങ്ങൾ ഭവനങ്ങളിലായിരിക്കുമ്പോൾ അപ്പൻ്റെ കൃപ ഞങ്ങൾ അനുഭവിപ്പാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ അവിടുത്തെ ശിഷ്യന്മാർ ഭയപ്പെട്ട് ദൈവമേ കർത്താവ് യേശുവെ ദൈവമേ കാത്തിരുന്ന ആ മാളികമുറിയിൽ യേശപ്പൻ്റെ ദൈവമേ ശക്തി പകർന്നുവല്ലോ കർത്താവ്. അവർക്ക് ധൈര്യം നൽകിയല്ലോ, ബലം നൽകിയല്ലോ കർത്താവ്. യേശുവേ സ്തോത്രം. ദൈവമേ കർത്താവ് ആ പരിശുദ്ധാത്മശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ കർത്താവ് അവിടുത്തെ ശിഷ്യന്മാർക്ക്
ഭയമുള്ളവരായിരുന്നു കർത്താവെ, ഭീരുക്കളായിരുന്നു കർത്താവെ യേശു, ബലമില്ലാത്തവരായിരുന്നു കർത്താവെ യേശുപ്പ. എങ്കിലും അപ്പൻ്റെ അത്യന്ത ശക്തി കടന്നു വന്നപ്പോൾ അവരെ ബലവാന്മാരാക്കി തീർക്കണമെന്ന് തീർത്തതിനായി സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവെ ഞങ്ങളെയും കർത്താവ് അങ്ങ് ശക്തീകരിക്കണേ, ഇപ്പോൾ ബലപ്പെടുത്തണമേ കർത്താവ്. പരിശുദ്ധാത്മാവിനാൽ ശക്തിയാലും ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ദൈവമേ, ലോകത്തും കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടും, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു അല്ലേ കർത്താവ് യേശുപ്പ. ഇവയൊക്കെയും ജയിപ്പാൻ വേണ്ടുന്ന കൃപ നൽകണമേ കർത്താവെ. ആത്മീയ അനുഗ്രഹങ്ങളാൽ നിറയ്ക്കണമേ കർത്താവ്. ദൈവമേ, ഞങ്ങളുടെ ആരാധനാലയങ്ങളും ഒക്കെ അടഞ്ഞിരിക്കുന്ന ഈ സമയത്ത് കർത്താവ് യേശുപ്പ സ്തോത്രം. ആരും ദൈവമേ നിരാശരായി പോകാൻ അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ ആരാധനകളൊക്കെയും കർത്താവ് വീണ്ടും ദൈവമേ കർത്താവെ വരുവാൻ്റെ കോണം ദൈവമേ ഞങ്ങൾക്ക് ആലയങ്ങളിലൊക്കെയും ദൈവത്തെ ആരാധിപ്പാനും മഹത്വപ്പെടുത്തുവാനുള്ള സാഹചര്യങ്ങൾ അവിടെ നിന്ന് ഒരുക്കി തരുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പൂർവാധിക ശക്തിയോടുകൂടി ദൈവമേ കർത്താവെ അടിയങ്ങളെ ബലപ്പെടുത്തി ശക്തീകരിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ യേശുവെ സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ ഉത്തമ സാക്ഷികളായി ജീവിപ്പാൻ്റെ കോണം ഞങ്ങൾ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പ്രത്യേകിച്ച് ഈ മഹാമാരിയിൽ നിന്ന് ദൈവമേ അവിടുന്ന് ഒരു വിടുതൽ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ യേശുപ്പ സ്തോത്രം. ഞങ്ങളുടെ ദേശത്തിലെ കാവൽക്കാരായി അടിയങ്ങളെ വെച്ചിരിക്കുമ്പോൾ കർത്താവെ യേശുപ്പ ദൈവമേ ഞങ്ങളെ തന്നെ താഴ്ത്തി ദേവരങ്ങൾ സമർപ്പിക്കുന്നു കർത്താവ്. ഞങ്ങളുടെ ജീവിതത്തിലെ കുറവുകളാണെങ്കിൽ കർത്താവെ ക്ഷമിച്ച് ദൈവമേ ഇതിൽ നിന്നൊരു വിടുതൽ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദേശത്തിന് സൗഖ്യം നൽകണമേ കർത്താവ്. ഞങ്ങൾ ദൈവമേ കർത്താവെ ദൈവത്തെ അറിയാത്തവരാജിയുള്ള ദൈവത്തെ അറിയാത്തവരായി ഞങ്ങളുടെ ദേശങ്ങളിലുള്ളവർ കർത്താവ് ഈ നാളുകളിൽ ദൈവത്തെ അറിയാനുള്ള ഭാഗ്യം കൊടുക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് യേശുവെ സ്തുതിക്കുന്നു. ഞങ്ങളെ കൂട്ടായ്മയുള്ള ആരെങ്കിലും പിന്മാറ്റക്കാരായോ ദൈവമേ കർത്താവെ ദൈവത്തെ മറുതലിക്കുന്നവരായ ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവ് ഈ നാളുകളിൽ കടന്നു വരുവാൻ ഒരു മടങ്ങി വരവർക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ യേശുവെ സ്തോത്രം ഞാൻ സ്തുതിക്കുന്നു കർത്താവെ. ദൈവമേ, ഞങ്ങളുടെ ബിസിനസ് ചെയ്യുന്ന ഓരോ മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവയുടെ ബിസിനസ്സുകളൊക്കെ അനുഗ്രഹിച്ച് കൊടുക്കുമാറാണമേ. ദൈവമേ, ആര് സാമ്പത്തികമായി തകർന്നു പോകാൻ അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വിഭജന മേഖലകളിലായിരിക്കുന്ന ഓരോരുത്തരെയും ദൈവങ്ങൾ സമർപ്പിക്കുന്നു. ദൈവമേ, കൂലിവേലകൾ ചെയ്യുന്നവർക്ക് വേണ്ടുന്ന ആരോഗ്യത്തെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കൃഷി ചെയ്യുന്നവർക്ക് കർത്താവെ സമൃദ്ധിയായി വിളവുണ്ടാകുമെന്നൊക്കെ സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ സ്തോത്രം, ആർക്കും ഒരു കുറവുണ്ടാകല്ലേ ദൈവമേ കർത്താവ്. എല്ലാവരും അവിടെ നിന്ന് ശക്തിയായി ദൈവമേ നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, മൃഗങ്ങൾക്കും കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്കും അതിൻ്റെ ആഹാരം നൽകുന്ന ദൈവത്തിന് സകലവും കഴിയുമല്ലോ കർത്താവ് യേശുവേ. ക്ഷാമകാലത്തും ക്ഷേമമായി പോറ്റുവാൻ്റെ കോണം ദൈവമേ അങ്ങ് സർവ്വശക്തനാകുന്നുവല്ലോ കർത്താവിനെ. എന്നോട് സ്തോത്രം. ആത്മീയ അനുഗ്രഹങ്ങളാലും ഭൗതിക അനുഗ്രഹങ്ങളാലും നിറയ്ക്കണേ കർത്താവ്. ഇന്നത്തെ തിരുവനത്തെ അനുഗ്രഹിച്ച് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വചനം സംസാരിപ്പാൻ്റെ കോണം ദൈവമേ ദാസനെ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് യേശുപ്പ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. ഓരോരുത്തരും ദൈവമേ കർത്താവ് വചനം ചിന്തിച്ച് അതിന് പ്രകാരം ജീവിപ്പാൻ വേണ്ടുന്ന കൃപ നൽകുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. വചനാനുസരണം ജീവിപ്പാൻ വേഗം വരുന്ന കർത്താവിനെ എതിരേൽപ്പാൻ തക്കോണം ഞങ്ങളെ യോഗ്യരാക്കണമേ, വിശുദ്ധരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങയുടെ ആത്മാവിനാൽ നിറയ്ക്കണമേ, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. യേശുവെ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു കർത്താവെ. ദൈവമേ കർത്താവെ, ആരാധനയുടെ ആദ്യോടന്ത് അവിടുത്തെ കൃപ പറഞ്ഞ് ഞങ്ങൾ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു നാമത്തിൽ തന്നെ പ്രിയതാവേ, ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശ്രമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ രാത്രിയിൽ ആരാധനയുടെ മധ്യേ ദൈവജനമായി നിൽക്കുവാൻ അവസരങ്ങളൊരുക്കിയ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വീട്ടിലിരുന്ന് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, അല്പസമയം ചിന്തിക്കുന്നിടത്തിരിക്കുന്ന തിരുവചന ഭാഗം 1 ദിനവൃത്താന്ത പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യവും 10-ാം വാക്യവും. അനന്തരം സാത്താൻ ഇസ്രായേലിന് വിരോധമായി എഴുന്നേറ്റ് ഇസ്രായേലിനെ എണ്ണുവാൻ ദാവീദിന് തോന്നിച്ചു. നീ ചെന്ന് ദാവീദിനോട്, ഞാൻ 3 കാര്യം നിന്റെ മുമ്പിൽ വയ്ക്കുന്നു, അവയിൽ ഒന്ന് തിരഞ്ഞെടുത്തുകൊള്ളുക, അത് ഞാൻ നിന്നോട് ചെയ്യും എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറയുക. നാം ഇതിൻ്റെ പുറകോട്ട് ചിന്തിക്കുമ്പോൾ, ദാവീദിൻ്റെ കുടുംബത്തെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ, കാലേബിൻ്റെ കുടുംബത്തിൽപ്പെട്ട സെൽമോൻ്റെ മകനായി ബോവസ് ജനിക്കുന്നു. ബോവസ് രൂത്തിനെ വിവാഹം കഴിക്കുന്നു. പ്രിയപ്പെട്ടവരുടെ ലഭിച്ച തലമുറയാണ് ഓബേദ്. ഓബേദിൻ്റെ മകനാണ് ഇശായി. ഇശായിയുടെ 8-ാമത്തെ മകനാണ് ദാവീദ്. ദാവീദിനെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ, സുനേത്രനും പവിഴ നിറമുള്ളവനും കോമളരൂപിയുമായിരുന്നു എന്ന് ദൈവവചനം പഠിപ്പിക്കുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ ഇശായിയുടെ ആടുകളെ മേയ്ക്കുന്ന ജോലിയിൽ ഇടപെട്ട് വനത്തിലായിരുന്നു.
വനത്തിലായിരിക്കുമ്പോൾ കിന്നരം കൊണ്ട് ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുന്ന ഒരവസ്ഥ ദാവീദിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. ദൈവമായിട്ടുള്ള ഒരു അഭേദ്യമായ ബന്ധം ദാവീദിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. ദാവീദ് തൻ്റെ ആടുകളെ മേയ്ക്കുമ്പോൾ ഒരിക്കൽ ഒരു സിംഹവും ഒരിക്കലൊരു കരടിയും ഇടപെട്ടു. മൃഗത്തെ പിടിച്ചപ്പോൾ അതിനെയൊക്കെ അതിൻ്റെ വായിൽ നിന്ന് രക്ഷിക്കുകയും അതിനെയൊക്കെയും കൊന്നുകളയുകയും ചെയ്യുന്ന അനുഭവത്തെക്കുറിച്ച് നാം ദൈവവചനത്തിലൂടെ മനസ്സിലാക്കണം. എന്നാൽ ദൈവസേനയിൽ ദാവീദ് അനുഗ്രഹിക്കപ്പെടുവാനുണ്ടായ മുഖാന്തരത്തെക്കുറിച്ച് നോക്കുമ്പോൾ സദാസമയം ദൈവത്തെ ആരാധിക്കുന്ന, അല്ലെങ്കിൽ കിന്നരം കൊണ്ട് പാടി ദൈവത്തെ സ്തുതിക്കുന്ന സ്വഭാവമുള്ള ദാവീദ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നാം 27-ാം സങ്കീർത്തനത്തിൽ വായിക്കുമ്പോൾ അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു: എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളുമെന്ന് ദൈവവചനത്തിൽ നാം വായിക്കുന്നുണ്ട്. ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ചെറുപ്പത്തിലെ അത്ഭുതമായിരിക്കും ദൈവത്തിൻ്റെ കൃപ ദാവീദിൻ്റെ മേലുണ്ടായിരുന്നു. ഇസ്രായേലിലെ 1-ാമത്തെ രാജാവായി ശൗലിനെ ശമൂവേൽ പ്രവാചകൻ അഭിഷേകം ചെയ്തു. ആ അഭിഷേകത്തിൽ നിലനിൽക്കുവാൻ ശൗലിന് വളരെ നാൾ കഴിഞ്ഞില്ല. കാരണം ശമൂവേൽ പ്രവാചകനോട് ദൈവത്തിൻ്റെ ആത്മാവ് അരുളി ചെയ്തിരുന്നു, അമലേക്കരുടെ യുദ്ധത്തിന് പോകുമ്പോൾ ഒന്നിനെയും രക്ഷിക്കരുത്, സർവത്തെയും ഉന്മൂലനാശം ചെയ്തു കളയണമെന്ന് പറഞ്ഞു. എന്നാൽ ദൈവത്തിൻ്റെ വാക്കനുസരിക്കാതെ അനേകം മൃഗങ്ങളെയൊക്കെയും പിടിച്ചുകൊണ്ടുവന്നു. ആ സമയത്തിൽ ശമൂവേൽ പ്രവാചകൻ ചെന്ന് പറയുന്നു, അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേസനേക്കാളും നല്ലത്. എന്നാൽ ദാവീദ് ജീവിതയാത്രയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവനായിരുന്നുവെങ്കിലും ശൗല് ഒരു കാലത്തിൽ ദൈവത്തിൻ്റെ അഭിഷേകമുള്ളവനായിരുന്നു. അഭിഷേകത്തിൽ നിലനിൽക്കുവാൻ കഴിയാതെ ദൈവം പറഞ്ഞതിന് വിരുദ്ധമായി ചെയ്തത് മുഖാന്തരമായി അവൻ്റെ ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കുവാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് യഹോവ ദൈവം ശമൂവേൽ പ്രവാചകനോട് അരുളി ചെയ്തു, അവനെ രാജസ്ഥാനത്ത് നീക്കിയിരിക്കുന്നു. ശൗലിന് രാജസ്ഥാനത്ത് തുടരുവാൻ സാധ്യമില്ലാതെ ദുരാത്മാവിനാൽ ബാധിക്കപ്പെട്ടവനായി തീർന്നു. എന്നാൽ ആ ദുരാത്മാവിനാൽ ബാധിക്കപ്പെട്ട് കഴിയുമ്പോൾ ശൗൽ ദുരാത്മാവിനാൽ ബാധിച്ച് പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ യഹോവ ദൈവം ശമൂവേൽ പ്രവാചകനോട് അരുളി ചെയ്യുന്നു, ഇശ്ശായിയുടെ ഭവനത്തിൽ ഞാൻ ഒരുവനെ രാജാവായി കണ്ടിരിക്കുന്നു. ആരെയാണെന്നുള്ളതൊന്നും പ്രവാചകനെ അറിയിച്ചില്ല. എന്നാൽ പ്രവാചകന് ആ ഭവനത്തിലേക്ക് പോകാൻ വൈമനസ്യമുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു യാഗം കഴിക്കുന്നതിന് വേണ്ടി ഒരു കാളക്രാവിനെയും കൊണ്ടുപോകുവാൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ ആ ഒരവസ്ഥയിൽ അവിടെ പോകുകയും ഇശ്ശായിയുടെ 1-ാമത്തെ മകൻ മുതൽ എല്ലാവരും 7 പേര് ഭവനത്തിലുണ്ടായിരുന്നു. ഇവരെ ഓരോരുത്തരെയും ശമൂവേൽ പ്രവാചകൻ്റെ മുന്നിൽ വന്നപ്പോൾ യഹോവ ദൈവം പറഞ്ഞു, ഇവനെ തള്ളിയിരിക്കുന്നു എന്ന് 7 പേരെയും തള്ളിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ശമൂവേൽ പ്രവാചകന് ഒരു സംശയം തോന്നി. ഇശ്ശായിയോട് ചോദിച്ചു, ഇനി നിൻ്റെ മക്കളിൽ ആരെങ്കിലും ഉണ്ടോ? ഇനി ഒരുവനുണ്ട്, അവൻ കാട്ടിൽ ആടുകളെ മേയിച്ചുകൊണ്ട് നടക്കുന്നു. അവനും കൂടെ വന്നിട്ടല്ലാതെ പന്തിഭോജനത്തിന് ഇരിക്കുകയില്ല. അവൻ വന്നപ്പോൾ യഹോവ ദൈവം ശമൂവേൽ പ്രവാചകൻ അരുളി ചെയ്തു, ഇവൻ തന്നെ ഇവനെ അഭിഷേകം ചെയ്യുക. ഇസ്രായേലിലെ 2-ാമത്തെ രാജാവായി ദാവീദിനെ അഭിഷേകം ചെയ്തു. വർഷങ്ങൾ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന അനുഭവങ്ങൾ ഉണ്ടായെങ്കിലും ശൗല് ദുരാത്മാവ് ബാധിച്ചുവെങ്കിലും അവൻ രാജസ്ഥാനത്തൊന്നും ഒഴിയാതെ ദാവീദിനെ കൊല്ലുവാൻ ആഗ്രഹിച്ച് പലപ്പോഴും നടന്നുപോയി. എന്നാൽ ഇശ്ശായി ഒരിക്കൽ ദാവീദിനോട് പറഞ്ഞു, സഹോദരന്മാരൊക്കെ എങ്ങനെ ഇരിക്കുന്നു എന്ന് ചെന്ന് ക്ഷേമാന്വേഷണം കഴിച്ച് മടങ്ങി വരുവാൻ ആവശ്യപ്പെട്ടു. അവിടെ ചെന്നപ്പോൾ ഫിലിസ്ത്യനായ ഗോലിയാത്ത് വ്യക്തമായി വെല്ലുവിളിക്കുന്ന ഒരു അനുഭവത്തെ നാം കാണുന്നുണ്ട്. ഇസ്രായേൽ നിരയിൽ നോക്കി വെല്ലുവിളിക്കുമ്പോൾ അവരൊക്കെയും അധികം തകർന്നു പോകുന്ന അനുഭവത്തിലായിരിക്കുമ്പോൾ ചെറുപ്പക്കാരനായിരിക്കുന്ന ദാവീദ് പറയുകയാണ്, ഞാൻ അവനെ കൊല്ലാം, അവനോട് നേരിടുവാനുള്ള ശക്തി എനിക്കുണ്ട്. അവൻ ബാലനാണ്, ചെറുപ്പക്കാരനാണ്,
അതിനുള്ള ബലമില്ല എന്ന് പലരും ചിന്തിച്ചപ്പോൾ അവൻ പറയുന്നു, ഞാൻ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരിക്കലും ഒരു സിംഹത്തെയും ഒരിക്കലും ഒരു കരടിയെയും കൊന്നു കളഞ്ഞിട്ടുണ്ട്. ആ അവസ്ഥയിൽ എനിക്ക് ഈ മല്ലനായ ഗോലിയാത്തിനെ കൊല്ലുവാനുള്ള കഴിവുണ്ട്, യഹോവ എന്നോട് കൂടെയുണ്ട്. അങ്ങനെ അവൻ പടച്ചട്ടയൊക്കെ അണിഞ്ഞു നോക്കിയെങ്കിൽ ഒന്നും നടക്കാതെ വന്നപ്പോൾ അവൻ പറഞ്ഞു, ഇതൊന്നും എനിക്ക് പറ്റിയില്ല. അവൻ ഓടിച്ചെന്ന് തോട്ടിൽ നിന്ന് 5 മിനുസമുള്ള കല്ലെടുത്ത് അവൻ്റെ ഇടയസഞ്ചിയിലിട്ട് കവണയും കയ്യിലെടുത്ത് അവൻ യഹോവയുടെ നാമത്തിൽ മുന്നോട്ട് കടന്നു പോവുകയാണ്. അവനെ നിന്ദിച്ച് ഗോലിയാത്തിനെ നാം കാണുമ്പോൾ ഗോലിയാത്തവനോട് നായയെ കൊല്ലുന്നത് പോലെ എന്നെ കൊല്ലുവാൻ പരിപാടിയുമായി വരുന്നു. അവൻ പറയുന്നു, നീ നിന്ദിച്ച യഹോവയുടെ നാമത്തിൽ ഞാൻ വരുന്നു. അവൻ ഒരു കല്ലെടുത്ത് ചുഴറ്റി എറിയുകയും അത് ഗോലിയാത്തിൻ്റെ നെറ്റിയിൽ പതിക്കുകയും അവൻ നിലം പരിചാകുകയും ചെയ്തു. ഓടിച്ചെന്ന് അവൻ്റെ വാള് തന്നെ ഊരിയെടുത്ത് അവൻ്റെ തലയെ വെട്ടിയെടുത്തു. എല്ലാ ഫെലിസ്ത്യരും ഓടിക്കളഞ്ഞു. അങ്ങനെ ഇസ്രായേൽ ജനങ്ങൾക്ക് മാസങ്ങളായി വെല്ലുവിളിക്കുന്ന ഗോലിയാത്തിൽ നിന്ന് ഒരു വിടുതൽ പ്രാപിക്കുന്നതിന് മുഖാന്തരമായി തീർന്നു. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഇസ്രായേൽ ജനത്തിലെ സ്ത്രീകൾ പാടി, ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 കൊന്നു. അന്നു മുതൽ ശൗലിന് ദാവീദിൻ്റെ നേരെ കണ്ണുകടിയുണ്ടായി. ആ പ്രതിസന്ധിയിലൂടെ കടന്നുപോയി എങ്കിലും ഒരിക്കലും അഭിഷിക്തൻ്റെ മേൽ കൈവയ്ക്കരുതെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്ന ക്രമത്തിൽ ശൗലിനെ കൈവയ്ക്കുവാൻ പലപ്പോഴും അവസരമുണ്ടായി എങ്കിലും അതിനൊന്നും തുടരാതെ മുന്നോട്ട് പോകുന്ന അനുഭവത്തിൽ യഥാസമയം ഇസ്രായേൽ രാജസ്ഥാനത്തിലേക്ക് കടന്നു വരുവാൻ ദാവീദിന് അവസരമുണ്ടായി. ദാവീദ് ഇസ്രായേലിൻ്റെ മധുര ഗായനം കൂടെയാണ്. ഇസ്രായേലിൻ്റെ 2ാമത്തെ രാജാവായി ആടുകളെ മേയിച്ചുകൊണ്ടുവന്ന സ്ഥാനത്ത് നിന്ന് അവനെ ഇത്രത്തോളം കൊണ്ടുവന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുകയും അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തി അതിലൂടെ രാജസ്ഥാനത്തിലായിരുന്നു അവൻ നയിച്ച യുദ്ധങ്ങളൊക്കെയും വ്യക്തമായി ജയിക്കുവാൻ ദാവീദിന് അവസരങ്ങൾ ഒരുക്കി. കാരണം സൈന്യങ്ങളുടെ ദൈവമായ യഹോവയാണെന്നുള്ളത് യഹോവ ദൈവം അരുളി ചെയ്യുമ്പോൾ ആ ദൈവത്തെ ആശ്രയിച്ച് ദാവീദ് പ്രാർത്ഥനയോടെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്തുകൊണ്ട് എല്ലാ യുദ്ധത്തിലും വിജയിക്കുകയും ചെയ്തു. എന്നാൽ നാം ഇന്ന് വായിച്ചു കേട്ട ദൈവവചന ഭാഗത്തിലേക്ക് വരുമ്പോൾ അവിടെ സാത്താൻ ഇസ്രായേൽ ജനത്തെ എണ്ണുവാൻ ദാവീദിനെ തോന്നിച്ചു. ആ സാത്താൻ്റെ തോന്നിപ്പിലുണ്ടായെങ്കിലും സൈന്യാധിപനായിരുന്ന യോബാവ് പറയുകയാണ്, ജനത്തെ എണ്ണരുത്, അവരെത്ര അധികമായാലും രാജാവിൻ്റെ വകയാണ്, അതുകൊണ്ട് എണ്ണുവാൻ പാടില്ല, ആ ദൈവത്തിൻ്റെ വ്യവസ്ഥയാണ്. ഇതൊക്കെ പറഞ്ഞുവെങ്കിലും ഇതൊന്നും സമ്മതിക്കാതെ ദാവീദ് പിന്നീടും പ്രസ് ചെയ്ത മുഖാന്തരമായി ജനത്തെ എണ്ണുവാൻ അവസരമുണ്ടായി. യോബാബ് മനസ്സോടെ പോയി പ്രിയപ്പെട്ടവരൊക്കെയും ചേർന്ന് ജനത്തെ എണ്ണി കണക്ക് ദാവീദിന് കൊടുത്തു. ആ സമയത്തിൽ ദർശകനായിരിക്കുന്ന ഗാദിനോട് ദൈവത്തിൻ്റെ ദൂതൻ അരുളി ചെയ്യുന്നു. അവസ്ഥ നോക്കുമ്പോൾ 3 കാര്യങ്ങൾ പറയുന്നു. ഒന്ന്, 3 വർഷത്തെ ക്ഷാമമോ, അല്ലെങ്കിൽ 3 മാസത്തെ ശത്രു സംഹാരമോ, അല്ലെങ്കിൽ 3 ദിവസത്തെ ഇസ്രായേൽ ജനത്തെ സംഹരിക്കുന്നതോ ആയ 3 കാര്യങ്ങൾ ഞാൻ നിൻ്റെ മുന്നിൽ വയ്ക്കുന്നു. ഇതിലൊന്ന് തിരഞ്ഞെടുത്തുകൊള്ളുക എന്ന് ദാവീദിനോട് പറയുമ്പോൾ ദാവീദ് വിഷമത്തിലായി. അവൻ ദൈവസേനയിൽ നെടുമ്പാടായി വീഴുന്നു. എന്നാൽ അവൻ പറയുന്നു, ഈ ജനങ്ങളൊന്നും ചെയ്തിട്ടില്ല, ഞാനാണ് ഉത്തരവാദി, ഞാനും എൻ്റെ പിതൃഭവനുമാണ് നശിച്ചു പോകേണ്ടത്. എന്നാൽ അവിടെ വായിക്കുമ്പോൾ ദൈവം സംഹാര ദൂതനെ അയച്ച് ഇസ്രായേലിൽ 70,000 പേരെ കൊന്നുകളഞ്ഞു. ആ അവസരത്തിൽ ദർശനായ ഗാദിനോട് ദൈവത്തിൻ്റെ ദൂതൻ അരുളി ചെയ്യുന്നു, ദാവീദിനോട് ചെന്ന് പറയണം, നീ ഒരു യാഗം കഴിച്ച് പ്രാർത്ഥിക്കുക, ഇതിൽ നിന്ന് വിടുതൽ ലഭിക്കുവാൻ ഇത് മാത്രമേ മാർഗമുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ സംഹാരദൂതൻ വാൾ ഊരിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന കാഴ്ച ദാവീദ് രാജാവ് കാണുന്നു. ഓർന്നാനും 4 മക്കളും അവരുടെ കളത്തിൽ ഗോതമ്പ് മെതിക്കുകയായിരുന്നു. അങ്ങനെ മെതിച്ചുകൊണ്ടിരിക്കുമ്പോൾ
ദൈവത്തിൻ്റെ ദൂതൻ വാൾ ഉരിപ്പിടിച്ച് നിൽക്കുന്നത് കണ്ട് ഓർന്നാനും 4 പുത്രന്മാരും ഒളിക്കുകയും ആ സമയത്തിൽ അല്പസമയം കഴിയുമ്പോൾ രാജാവും കൂട്ടരും ഓർന്നാൻ്റെ കളത്തിലേക്ക് കടന്നു വരുന്നു. അവരോടും ദൈവം അരുളിച്ചതനുസരിച്ചാണ് കടന്നു വരുന്നത്. അവരും ഓർന്നാൻ്റെ കളത്തിൽ ദൈവത്തിൻ്റെ ദൂതൻ വാൾ ഉരിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന കാഴ്ച കാണുന്നു. അങ്ങനെ ഓർന്നാനോട് സംസാരിക്കുകയും ഓർന്നാൻ്റെ ആ നിലം അല്ലെങ്കിൽ ആ കളം 600 ശേക്കലിന് വിലയ്ക്ക് വാങ്ങി. ആ സ്ഥലത്തിൽ ഓർന്നാൻ പറയുന്നു, സ്ഥലത്തിന് വില വേണ്ട, സാധനങ്ങളെല്ലാം തരാം, ഹോമയാഗത്തിനുള്ള സമാധാനയാഗത്തിനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു തരാം. ദാവീദ് രാജാവ് പറയുകയാണ്, ഒരു കാര്യവും വില കൂടാതെ ഞാൻ ചെയ്യുകയില്ല, വില കൊടുത്തേ ചെയ്യുള്ളൂ. അതുകൊണ്ട് 600 ശേക്കൽ അതിനുവേണ്ടി കൊടുക്കുകയും ആ സ്ഥലത്തിൽ ദൈവത്തിന് വേണ്ടി ഹോമയാഗവും സമാധാനയാഗവും കഴിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ബാധ നിന്നു. ഇസ്രായേൽ ജനങ്ങൾക്ക് വിടുതൽ പ്രാപിക്കുന്നതിന് മുഖാന്തരമായി തീർന്നു. നാം ഈ ഭാഗത്ത് ചിന്തിക്കുമ്പോൾ ഇസ്രായേൽ രാജ്യത്തിലുണ്ടായ ഒരു പ്രതികൂലത്തെയാണ് നാം ഇവിടെ വായിക്കുന്നത്. എന്നാൽ ഈ പ്രതികൂലത്തിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ ദൈവത്തോട് യാഗം ചെയ്യുകയും യാഗം കഴിക്കുകയും ദൈവത്തിൻ്റെ സന്നിധിയിൽ സമാധാനയാഗം കഴിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ ബാധ മാറുവാനിടയായിത്തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ജീവിത യാത്രയിൽ നാം ഓരോ പ്രിയപ്പെട്ടവരും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ വിളിക്കപ്പെട്ടവരാണ്. ദൈവസന്നിധിയിൽ ദൈവശബ്ദം കേട്ട് അനുഗ്രഹിക്കപ്പെടുവാൻ ഒരുക്കിയിരിക്കുന്നു. ആയതിനാൽ ജീവിതയാത്രയിൽ നാം ബൈബിളുടനീളം പഠിക്കുമ്പോൾ അനേക സ്ഥാനങ്ങളിൽ ഓരോ ദേശത്തിലും ഓരോ രാജ്യത്തിലൊക്കെയും പ്രതികൂലങ്ങളൊക്കെയും കടന്നു വന്നു. അവിടെയൊക്കെയും അവർ 8-ലും 8-ലും ഇരുന്ന് പ്രാർത്ഥിച്ച് അതിൽ നിന്നൊക്കെ വിടുതൽ പ്രാപിക്കുന്ന ഒരനുഭവമുണ്ടായി. ഇനി തുടർന്ന് ചില ഭാഗം കൂടെ ചിന്തിച്ചിട്ട് ഈ ഭാഗത്തിലേക്ക് മടങ്ങി വരാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 9-ഉം 10-ഉം വാക്യങ്ങൾ വായിക്കാം. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്തെന്ന പോലെ ചെന്നു വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടി കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. ഒരു അടിസ്ഥാനമുള്ള നഗരത്തിനു വേണ്ടി പൂർവ്വപിതാവായ അബ്രാഹാം കാത്തിരിക്കുന്ന അനുഭവത്തെക്കുറിച്ച് നാം വായിക്കുന്നു. കാരണം അവൻ കൂടാരങ്ങൾ പാർക്കുമ്പോൾ തന്നെ യഹോവ ദൈവം അവനോട് അരുളി ചെയ്യുന്നു, ഒരു കൈപ്പണിയല്ലാത്ത ഒരു നിത്യകൂടാരം ഞാൻ നിനക്ക് വേണ്ടി ഉണ്ടാക്കും, അതിനുവേണ്ടി കാത്തിരിക്കുവാൻ അവസരങ്ങൾ ഒരുക്കി. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞ് കർത്താവായ യേശു ഈ ഭൂമിയിൽ കടന്നു വന്ന് തൻ്റെ പരസ്യ ശുശ്രൂഷയിലായിരുന്നപ്പോൾ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. കർത്താവായ യേശു ഈ ആശ്വാസവചനങ്ങൾ പറയുമ്പോൾ ദൈവം അബ്രാഹാമിനെ ഓർത്തു. ഇവിടെ പരസ്യ ശുശ്രൂഷയിൽ അല്ലെങ്കിൽ കൃപായുഗത്തിലായിരിക്കുന്ന ദൈവജനത്തോട് അരുളി ചെയ്യുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. യോഹന്നാൻ അപ്പോസ്തലൻ പത്മോസ് ദ്വീപിലായിരിക്കുമ്പോൾ അവൻ കാണുന്ന ദർശനത്തിനനുസരിച്ച് നാം വായിക്കുമ്പോൾ വെളിപാട് പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം കൂടെ വായിക്കാം. പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്നു ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നതും ഞാൻ കണ്ടു. മതി. അവിടെ നാം വായിച്ചു കേട്ടത് നന്നായിട്ട് ഓർക്കുന്നുവല്ലോ. സ്വർഗത്തിൽ നിന്ന് സ്വർഗീയ യെരുശലേം എന്ന വിശുദ്ധ നഗരം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന കാഴ്ച കാണുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവം നമ്മെ ഒരു കാലത്തും അനാഥരായി വിട്ടേച്ചു പോകുകയില്ല എന്ന് പറഞ്ഞ കർത്താവ്
നമുക്ക് സ്ഥലമൊരുക്കുവാൻ പോയിരിക്കുകയാണ്. ആ കർത്താവ് മടങ്ങി വരേണ്ടുന്ന കാലയളവ് ആയിരിക്കുന്നു എന്നുള്ളത് നാം ഈ നാളുകളിൽ ഓർക്കുമ്പോൾ, വീണ്ടും മടങ്ങി വരാം, നാം അവിടെ നോക്കുമ്പോൾ വ്യക്തമായി പ്രതിസന്ധികൾ അനവധി വർദ്ധിച്ചു വരുന്ന ഒരു കാലയളവിൽ നാം ആയിരിക്കുന്നു. ഇന്ന് ലോകം മുഴുവനായി പ്രതിസന്ധിയിലൂടെ, കൊറോണ വൈറസിൻ്റെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു അനുഭവമാണ്. ഇത് ലോകം മുഴുവനായി വ്യാപിച്ചിരിക്കുന്ന ഒരു പ്രതികൂല അവസ്ഥയാണ്. എന്നാൽ നാം ദൈവവചനത്തിലുടനീളം പരിശോധിക്കുമ്പോൾ ഒരു രാജ്യത്തിൽ അല്ലെങ്കിൽ വേറെ രാജ്യത്ത് അല്ലെങ്കിൽ ചില രാജ്യങ്ങളിൽ മാത്രമായിരിക്കുമ്പോൾ കർത്താവായ യേശു തൻ്റെ പരസ്യശുശ്രൂഷയുടെ അവസാന കാലയളവിൽ പഠിപ്പിച്ച ദൈവത്തിൻ്റെ വചനങ്ങളൊക്കെയും നാം വായിക്കുമ്പോൾ അവിടെ വ്യക്തമായി കർത്താവായ യേശു തൻ്റെ പ്രസംഗ പെരുന്നാളിന് കടന്നു പോകുന്നതിന് തൊട്ടു മുമ്പായി തൻ്റെ ജനത്തോട് പറയുന്ന വാക്കുകൾ നമ്മൾ വായിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 21-ാം അധ്യായം 10-11 വാക്യം വായിക്കാം. പിന്നെ അവൻ അവരോട് പറഞ്ഞത്, ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. വലിയ ഭൂകമ്പവും ക്ഷാമവും മഹാവ്യാധികളും അവിടെ ഉണ്ടാകും. ഭയങ്കര കാഴ്ചകളും ആകാശത്തിൽ മഹാലക്ഷ്യങ്ങളും ഉണ്ടാകും. മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 4-7 വാക്യങ്ങൾ, 32-33 വാക്യങ്ങൾ. അതിന് യേശു ഉത്തരം പറഞ്ഞത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പിൻ. അതിന്റെ കൊമ്പ് ഇളതായി ഇര തടുക്കുമ്പോൾ വേനൽ അടുത്തു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ അവൻ അടുക്കെ വാതിൽക്കൽ തന്നെ ആയിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. പ്രിയമുള്ളവരെ, ഈ വാക്യങ്ങളൊക്കെയും ദൈവജനത്തെ ദൈവത്തിൻ്റെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കുന്ന ഒരു മുഖാന്തരമായി നാം കാണുന്നുണ്ട്. എന്നാൽ യെരമ്യാ പ്രവചനം 45-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം കൂടെ വായിക്കാം. എന്നാൽ നീ നിനക്കായിട്ട് വലിയ കാര്യങ്ങളെ ആഗ്രഹിക്കുന്നുവോ? ആഗ്രഹിക്കരുത്. ഞാൻ സർവ്വജനത്തിനും അനർത്ഥം വരുത്തും എന്ന് യഹോവയുടെ അരുളപ്പാട്. എങ്കിലും നീ പോകുന്ന എല്ലായിടത്തും ഞാൻ നിന്റെ ജീവനെ നിനക്ക് കൊള്ള പോലെ തരും എന്നിങ്ങനെ നീ അവനോട് പറയണം എന്ന് യഹോവ അരുളി ചെയ്യുന്നു. അവിടെ നാം വായിക്കുമ്പോൾ നിനക്കായി വലിയ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുവോ, ആഗ്രഹിക്കരുത് എന്ന് യെരമ്യാ പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുമ്പോൾ, ഇന്ന് ഈ നാളുകളിൽ നോക്കുമ്പോൾ എല്ലാവരും ഏകദേശം അങ്ങനെ തന്നെ തിരിഞ്ഞിരിക്കുന്നു. കാരണം കർത്താവ് വരേണ്ട സമയമായപ്പോഴും എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ മാത്രത്തിലേക്ക് ശ്രദ്ധ തിരിയുമ്പോൾ, കുറച്ചുപേർ മാത്രമേ പഴയ കാലങ്ങളെ അപേക്ഷിച്ച് ഈ ലോകപരമായി കുടുംബപരമായ കാര്യങ്ങളും ഈ ലോകപരമായ കാര്യങ്ങളിലേക്ക് ജനത്തിൻ്റെ മനസ്സ് തിരിഞ്ഞിരിക്കുമ്പോൾ അവരെ മടക്കി വരുത്തേണ്ടത് ദൈവത്തിൻ്റെ ഒരു ക്രമമാണെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. എന്നാൽ ഇതൊക്കെയും നാം വായിച്ചു കേട്ട ഭാഗങ്ങളൊക്കെയും ലൂക്കോസിലും മത്തായിയിലും വായിച്ച ഭാഗങ്ങളൊക്കെയും ഈറ്റുനോവിൻ്റെ ആരംഭമാണെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ, അവിടെ ലൂക്കോസിൻ്റെ സുവിശേഷം പറയുന്നു മഹാവ്യാധി ഉണ്ടാകുന്ന അനുഭവത്തെക്കുറിച്ചെല്ലാം നമ്മെ അതിലൂടെ മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ ആ അവസ്ഥയിലും ആയിരിക്കുമ്പോൾ, അതൊക്കെ ഈറ്റുനോവിൻ്റെ ആരംഭമായിരിക്കുമ്പോൾ, ജാതിയുടെ സംഖ്യ തികയോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. പിന്നെ അവസാനം എന്തെന്ന് നോക്കുമ്പോൾ മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം കൂടെ വായിക്കാം. മത്തായി 24:14. രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും. സകല ജാതിയോടും സുവിശേഷം അറിയിക്കുമ്പോൾ ഇതിനൊരു അവസാനം ഉണ്ടാകുമെന്ന് ദൈവജനം നമ്മെ പഠിപ്പിക്കുന്നു. ഈ പ്രതികൂല സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ ജനം ഈ ദിനങ്ങളിൽ വ്യക്തമായി കർത്താവിനെ മഹത്വപ്പെടുത്താൻ വിളിക്കപ്പെട്ടവരാണ്. നാം മത്തായി സുവിശേഷത്തിൽ വായിക്കുമ്പോൾ വിളിക്കപ്പെട്ടവർ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം.
1 പത്രോസിൻ്റെ ലേഖനത്തിൽ നാം വായിക്കുമ്പോൾ നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും അധികം ഉറപ്പാക്കുവാൻ ശ്രമിപ്പിൻ എന്ന് ദൈവവചനം പഠിപ്പിക്കുമ്പോൾ നാം ആ ഒരു അവസ്ഥയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമ്മെ വിളിച്ച് വേർതിരിച്ച് ഈ കൃപായുഗത്തിൻ്റെ അവസാന നാളുകളിലേക്ക് നമ്മെ ആക്കിയിരിക്കുമ്പോൾ ദൈവമുഖത്തേക്ക് നോക്കുവാൻ ദൈവം നമുക്ക് അവസരങ്ങൾ തന്നിരിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ലോകപരമായ കാര്യങ്ങൾ ഭൗതിക അവസ്ഥയിലൊക്കെയും അധികം സമ്പൽ സമൃദ്ധമായി തീർന്നപ്പോൾ നാം രമ്യ പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ നീ നിനക്കായി വലിയ കാര്യങ്ങൾ ആഗ്രഹിക്കരുതെന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതാവസ്ഥയിൽ എങ്ങനെയോ ആ ഒരു അവസ്ഥയിലേക്ക് തിരിഞ്ഞുപോയി. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരു മടങ്ങി വരവ് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ദൈവസന്നിധിയിലേക്ക് ഒരു മടങ്ങി വരവ്. ക്രിസ്ത്യാനികളെന്ന് പറയുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നാളുകളിൽ ദൈവസന്നിധിയിലേക്ക് ഒരു മടങ്ങി വരവ് ഉണ്ടാകണമെന്ന് യഹോവ ദൈവം പഴയ കാലത്തിൽ ആഗ്രഹിച്ചുവെങ്കിലും കർത്താവായ യേശു വളരെ വ്യക്തമായി പുതിയ നിയമത്തിലൂടെ ദൈവജനത്തെ പഠിപ്പിക്കുകയും അതിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായും ഈ ദൈവസന്നിധിയിൽ നാം മടങ്ങി വരുന്നേണ്ടത് ആവശ്യമാണ്. എന്നാൽ മാത്രമേ ഈ പ്രതികൂലത്തിൽ നമുക്ക് വിടുതൽ പ്രാപിക്കുവാൻ കഴിയുള്ളൂ. ഈ മഹാവേദിയിൽ നിന്ന് വിടുതൽ ലഭിക്കണമെങ്കിൽ ദൈവജനത്തിൻ്റെ നിലവിളി അതാത് സ്ഥാനത്തുനിന്ന് ഉയരേണ്ടിയിരിക്കുന്നു. ഉയരുമ്പോൾ മാത്രമേ ഇതിന് പ്രതികൂലം ഉണ്ടാകുള്ളൂ. കാരണം അന്ത്യകാലത്ത് ഇതൊക്കെ ഉണ്ടാകുന്നത് ദൈവജനം ഒരു ഉണർവിലേക്ക് വരുവാനാണ്. ഉണർവ് ഒരു കാലയളവിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കുന്നുണ്ട്. പൂർവ്വപിതാക്കന്മാരൊക്കെയും ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ദൈവമുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുന്നവരാണ്, ശക്തമായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരാണ്. ഇന്ന് ഈ കാലയളവിൽ നോക്കുമ്പോൾ അതൊക്കെയും വളരെ കുറഞ്ഞിരിക്കുന്ന അവസ്ഥയിലായിരിക്കുമ്പോൾ തീർച്ചയായും ഈ മഹാവ്യാധിയിൽ നിന്നുള്ള ഒരു വിടുതൽ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്നു. ആ ഒരു വിടുതൽ ഉണ്ടാകുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് ഈ നാളുകളിൽ നമുക്ക് വേണ്ടി തുണ നിൽക്കുകയാണ്. എന്നാൽ ഈ പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടുന്ന കാലയളവുണ്ട്. അതിനു മുമ്പ് കർത്താവ് മടങ്ങി വന്ന് സഭയെ ഒരുക്കുവാൻ പരിശുദ്ധാത്മാവിനെ ഭൂമിയിലാക്കിയിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവും കർത്താവിൻ്റെ മടങ്ങി വരവിൽ പരിശുദ്ധാത്മാവും ഈ ഭൂമിയിൽ നിന്ന് മടങ്ങിപ്പോകുമെന്നുള്ളത് ദൈവജനം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ നാളുകളിൽ വ്യക്തമായി ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ നിൻ്റെ തലമുടി പോലും എണ്ണപ്പെട്ടിരിക്കുന്നു എന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കുമ്പോൾ നിസ്സാരമായ കാര്യം പോലും കർത്താവ് അറിയുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ ജനം ഈ ദിനങ്ങളിൽ ഒരു മടങ്ങി വരവ് നമുക്ക് മാത്രമല്ല, എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവിനെ ആരാധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരുവാൻ, ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെടുവാൻ, കർത്താവിനെ നമ്മുടെ രാജാവും കർത്താവുമായി അംഗീകരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നവരായി തീരുവാൻ നാം ഒരുങ്ങുന്നു എങ്കിൽ തീർച്ചയായും നമ്മെ ബലപ്പെടുത്തുവാൻ കർത്താവിന് കഴിയും. ആദ്യ ഭാഗത്ത് ചിന്തിച്ചത് ദാവീദിൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു പ്രതിസന്ധിയെക്കുറിച്ചാണ്. ദാവീദ് ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ ആലോചന അനുസരിച്ച് യാഗം കഴിക്കുകയും സമാധാന യാഗം കഴിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അതുമാത്രമായി ദാവീദിനും ഇസ്രായേൽ ജനങ്ങൾക്കും പൂർണ്ണമായ ഒരു വിടുതൽ യഹോവ ദൈവം നൽകി അവരെ മാനിച്ചു. അതുപോലെ തന്നെ ഈ നാളുകളിൽ നാമും ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവസന്നിധിയിൽ യഥാസ്ഥാനപ്പെട്ട് വർദ്ധിച്ചു വരുമ്പോൾ നമ്മുടെ ജീവിതത്തെയും ദാവീദിൻ്റെ ജീവിതത്തെ പണിതതുപോലെ പണിത് നമ്മെ ബലപ്പെടുത്തുവാൻ കഴിയും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ നാളുകളിൽ നാം കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കാം. അവൻ നമ്മെ സമ്പന്നനാക്കുവാൻ ശക്തനാണ്. ഈ പ്രതികൂലത്തിൽ നിന്ന് വിടിവിക്കുവാൻ ശക്തനാണ്. അവൻ്റെ ശക്തി ഇന്ന് ഒട്ടും കുറഞ്ഞു പോയിട്ടില്ല. നാം നോക്കുമ്പോൾ കർത്താവായ യഹോവ ദൈവം 6 ദിവസം കൊണ്ട് സർവ്വത്തെയും സൃഷ്ടിച്ചു. ഒന്നും കഴിയാത്തവനല്ല. ഒരു വാക്ക് കൽപ്പിച്ചാൽ, ഒന്ന് നോക്കിയാൽ സർവ്വതും ശരിയാകുന്ന ക്രമമാണ്. അതുകൊണ്ട് ഈ നാളുകളിൽ ദൈവത്തിൻ്റെ ജനം എന്ന് പറയുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ദൈവസന്നിധിയിലേക്ക് ഒരു മടങ്ങിവരുണ്ടാകുവാനും മടങ്ങി വന്ന് ദൈവസന്നിധിയിൽ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിൽ ദൈവത്തെ ആരാധിച്ച് ബലപ്പെട്ട്
കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുന്നുവെങ്കിൽ തീർച്ചയായും ഈ മഹാവ്യാധിയിൽ നിന്ന് നമുക്കൊരു വിടുതൽ പ്രാപിക്കുവാനും നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു പോകുവാൻ അവസരമുണ്ട് എന്നുള്ളതും ദൈവജനം നമ്മെ പഠിപ്പിക്കുന്നു. ആയതിനാൽ അധികം കൃപയോടെ, ബലത്തോടെ, ആരോഗ്യത്തോടെ കർത്താവിനെ മഹത്വപ്പെടുത്തി വർദ്ധിച്ചു വരുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ അധികം ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ. മണ്ണിലുറങ്ങിയിരുന്ന ശുദ്ധിമാന്മാർ ബഹളശബ്ദം കേൾക്കുന്ന രാത്രിയിൽ, മണ്ണിലുറങ്ങിയിരുന്ന ശുദ്ധിമാന്മാർ ബഹളനാദം കേൾക്കുന്ന രാത്രിയിൽ, പെട്ടെന്നുയർത്തുവാനും ചേർത്തിരുന്നീ, പെട്ടെന്നുയർത്തുവാനും ചേർത്തിരുന്നീ. തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം പ്രാപിക്കുന്നവർ, തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം പ്രാപിക്കുന്നവർ. മഹൽദിനത്തിൽ തന്റെ കഥയാകും വിശുദ്ധസഭ, നാട്ടിൽ കല്യാണ മഹൽദിനത്തിൽ തന്റെ കഥയാകും വിശുദ്ധസഭ. മണിയാരക്കുള്ളിൽ കടക്കുമെന്ന, മണിയാരക്കുള്ളിൽ കടക്കുമെന്ന, എന്തെന്തു സന്തോഷം, എന്തെന്തു സന്തോഷം, എന്തെന്തു സന്തോഷമുണ്ടാകാമക്ക്, എന്തെന്തു സന്തോഷം, എന്തെന്തു സന്തോഷം, എന്തെന്തു സന്തോഷമുണ്ടാകാമക്ക്. നാദത്തോടും പ്രധാന വികാരത്തോടും നാദത്തോടും പ്രധാന വികാരത്തോടും സ്വർഗത്തിൽ നീരങ്ങി വന്നിരുന്ന, സ്വർഗത്തിൽ നീരങ്ങി വന്നിരുന്ന, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ. തുടർന്നും ഈ വർഷത്തെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഒരുങ്ങുന്ന പൈതങ്ങളെ നമുക്ക് ദൈവങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവർ, അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്കൂൾ വർഷം ആരംഭിക്കുന്നതിനായി പോകുന്നു. യഥാസമയം പഠിപ്പിക്കുന്ന മീഡിയയിലൂടെ പഠിച്ചു വർദ്ധിച്ചു വരുവാൻ, അവർക്ക് നല്ല ബുദ്ധിയും നല്ല ആരോഗ്യവും നല്ല ദൈവകൃപയും കൊടുക്കുന്നതിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടുന്ന സമയമാണ്. അതുപോലെ തന്നെ ഫീസുകൾ അടയ്ക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടിയും ഓരോരുത്തരുടെയും പ്രാർത്ഥന പ്രത്യേകിച്ച് ആവശ്യപ്പെടുന്നു. അതുപോലെ ചില വാക്യങ്ങൾ വായിച്ചതിന് ശേഷം മാതാപിതാക്കൾ പൈതങ്ങളുടെ തലയിൽ മേൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. ഞാനിവിടെ നിന്ന് പ്രാർത്ഥിക്കും എന്നുള്ളത് ഓർമ്മിക്കുന്നു. ബാക്കിക്കുന്ന ഭാഗങ്ങൾ സദൃശവാക്യം 1-ാം അധ്യായം
7 മുതൽ 9 വരെയും, സദൃശവാക്യം 2-ാം അധ്യായം 1 മുതൽ 7 വരെയും, 3-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളെ ശ്രദ്ധിപ്പിൻ. യഹോവഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. മകനെ, അപ്പന്റെ പ്രബോധനം കേൾക്ക, അമ്മയുടെ ഉപദേശം ഉപേക്ഷിക്കുകയും അരുത്. അവ നിന്റെ ശിരസിന് അലങ്കാരമാലയും നിന്റെ കഴുത്തിന് സരപ്പളിയും ആയിരിക്കും. മകനെ, ജ്ഞാനത്തിന് ചെവി കൊടുക്കുകയും ബോധത്തിന് നിന്റെ ഹൃദയം ചായ്ക്കുകയും ചെയ്യേണ്ടതിന് എൻ്റെ വചനങ്ങളെ കൈക്കൊണ്ട് എൻ്റെ കൽപ്പനകളെ നിന്റെ ഉള്ളിൽ സംഗ്രഹിച്ചാൽ നീ ബോധത്തിനായി വിളിച്ച് വിവേകത്തിനായി ശബ്ദം ഉയർത്തുന്നു എങ്കിൽ, അതിനെ വെള്ളിയെപ്പോലെ അന്വേഷിച്ചു നിക്ഷേപങ്ങളെപ്പോലെ തിരയുന്നു എങ്കിൽ, നീ യഹോവ ഭക്തി ഗ്രഹിക്കുകയും ദൈവപരിജ്ഞാനം കണ്ടെത്തുകയും ചെയ്യും. യഹോവയല്ലോ ജ്ഞാനം നൽകുന്നത്. അവൻ്റെ വായിൽ നിന്ന് പരിജ്ഞാനവും വിവേകവും വരുന്നു. അവൻ നേരുള്ളവർക്ക് രക്ഷ സംഗ്രഹിച്ചു വയ്ക്കുന്നു. നിഷ്കളങ്കമായി നടക്കുന്നവർക്ക് അവൻ ഒരു പരിച തന്നെ. മകനെ, എൻ്റെ ഉപദേശം മറക്കരുത്. നിന്റെ ഹൃദയം എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളട്ടെ. അവ ദീർഘായുസ്സും ജീവകാലവും സമാധാനവും നിനക്ക് വർദ്ധിപ്പിച്ചു തരും. ദയയും വിശ്വസ്തതയും നിന്നെ വിട്ടു പോകരുത്. അവ നിന്റെ കഴുത്തിൽ കെട്ടിക്കൊള്ളുക, നിന്റെ ഹൃദയത്തിൻ്റെ പലകയിൽ എഴുതിക്കൊള്ളുക. അങ്ങനെ നീ ദൈവത്തിനും മനുഷ്യർക്കും ബോധ്യമായ ലാവണ്യവും സൽബുദ്ധിയും പ്രാപിക്കും. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കാം. സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക. അവൻ നിന്റെ പാതകളെ നേരെയാക്കും. പ്രാർത്ഥിക്കാം. യഹോവഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു എന്ന് ഞങ്ങളെ പഠിപ്പിച്ച ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, ദൈവമേ, രാത്രിയിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഒരുങ്ങുന്ന ഞങ്ങളുടെ എല്ലാ പൈതങ്ങളെയും ദൈവങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, വിദ്യാഭ്യാസ വർഷത്തിൽ എല്ലാ പൈതങ്ങൾക്ക് ആരോഗ്യവും കൃപയും നൽകി ബലപ്പെടുത്തണം. അധികം അനുഗ്രഹിക്കപ്പെടുവാൻ ഒരുക്കണം. വിശേഷ ബുദ്ധി നൽകണം. ദൈവമേ, പൈതങ്ങളെ പഠിപ്പിക്കാൻ ആവശ്യമായ എല്ലാ സാഹചര്യങ്ങളും മാതാപിതാക്കൾക്ക് ഒരുക്കി കൊടുക്കണം. അവിടുന്ന് കൂടെ ഇരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. മാതാപിതാക്കളെ ദൈവങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട പൈതങ്ങൾക്ക് വേണ്ടി നന്നായി പ്രാർത്ഥിക്കുവാൻ പ്രിയപ്പെട്ടവരുടെ പുതിയ നിയോഗം നൽകി ബലപ്പെടുത്തണം. ആത്മാവിൽ നിറവുള്ളവരായി കാണപ്പെടുവാൻ ഒരുക്കണം. പ്രിയപ്പെട്ടവരുടെ വിദ്യാഭ്യാസം എന്ന എല്ലാ പൈതങ്ങളെയും ദൈവങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പൈതങ്ങളുടെ മേൽ പുത്തൻ അഭിഷേകത്തെ പകർന്ന് ബലപ്പെടുത്തണം. കർത്താവേ, നിങ്ങളിൽ ഒരുവന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ജ്ഞാനത്തിനോടമായ അങ്ങോട്ട് ചോദിക്കുവാൻ അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ച് ഞങ്ങൾ ഓർക്കുന്നു. ദൈവമേ, പൈതങ്ങൾക്ക് വേണ്ടി ദൈവമേ അധികം പ്രാർത്ഥിക്കുവാൻ മാതാപിതാക്കളെ ഒന്നുകൂടെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കൃപ നൽകി ബലപ്പെടുത്തണം. ഈ സ്കൂൾ വർഷം അനുഗ്രഹത്തോടും ആശീർവാദത്തോടും ആരോഗ്യത്തോടും കാണപ്പെടാൻ ഞങ്ങളുടെ എല്ലാ പൈതങ്ങളെയും ദൈവങ്ങളെ ഏൽപ്പിക്കുന്നു. കൃപ പകർന്ന് ആശീർവദിക്കണം. കർത്താവേ, ഞങ്ങളിന്ന് ചിന്തിച്ച വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. വചനം കേട്ട ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ക്രൂശിൻ്റെ ദർശനം നൽകി ബലപ്പെടുത്തണം. കർത്താവെ, മഹാവ്യാധിയിൽ നിന്ന് ദൈവമേ വിടുതലിന് വേണ്ടി കർത്താവെ, ദാവീദ് അവിടുത്തെ സന്നിധിയിൽ സമാധാനയാഗവും ഹോമയാഗവും കഴിച്ച് പ്രാർത്ഥിച്ചത് ഞങ്ങൾ ഓർക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ ജീവിതയാത്രയിൽ ഒരു നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ അങ്ങ് അവസരങ്ങൾ ഒരുക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, അവിടുത്തെ വരവാസന്നമായിരിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ഈറ്റുനോവിൻ്റെ സമയമെല്ലാം കഴിഞ്ഞ് നിൽക്കുമ്പോൾ അപ്പൻ വാതിൽക്കൽ നിൽക്കുന്നു എന്ന് ഞങ്ങളെ പഠിപ്പിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ പ്രതികൂല സാഹചര്യത്തിൽ അങ്ങേ എതിരേൽക്കുവാൻ ഒരുക്കമുള്ള ജനമായി കാണപ്പെടുവാൻ ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപ പകർന്ന് ആശീർവദിക്കണം. അവിടുത്തെ ആത്മനിറവോടെ കാണപ്പെടുവാൻ എല്ലാ ജീവിതങ്ങളെയും ഒരുക്കണം. അവിടെ നിന്ന് വരവിന് വേണ്ടി ഒരുക്കിയാൽ സ്തോത്രം. സ്വർഗമടിയങ്ങളുടെ യാചന കേട്ടതിനായി സ്തോത്രം. മാനവും മഹത്വമെടുത്തതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ആശീർവാദം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും കൂട്ടായ്മയും നാം ഏവരോടും ലോകത്തിലെ സകല വിശുദ്ധന്മാരോടും ഇന്നും എന്നേക്കും അവിടുത്തെ വരവോളം ഇരിക്കുമാറാകട്ടെ. ആമേൻ. വീണ്ടും വരുന്ന കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വരണമേ.